എല്ലാവർക്കും പൊന്നൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇത് സൺഡേയിലാണ് കേട്ടോ. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവും. അപ്പോൾ നമ്മളെ വീട്ടിലാകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, ലേറ്റായിട്ടല്ലേ എണീക്കുകയുള്ളൂ. രാവിലെ അന്നത്തെ പോലെ ഞാൻ ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റത്. അപ്പോൾ അതായത് പൊന്നൂനാണെങ്കിൽ അമ്മ എല്ലാ കാര്യവും പൊന്നുൻ്റെ എല്ലാം നോക്കിക്കോളുമല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് റെസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാകുമ്പോൾ രാവിലെ നേരത്തെയൊക്കെ എണീക്കും, എല്ലാം വെച്ച് എല്ലാം ഒതുക്കിയിട്ടൊക്കെയല്ലേ ജോലിക്കൊക്കെ പോണത്. അപ്പം ഇവിടെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 8-8:30 മണിയായിട്ട് ഉറക്കം എണീറ്റപ്പോൾ. ഉറക്കം എണീറ്റപ്പോൾ അമ്മ അതേ കാപ്പിയൊക്കെ ഉണ്ടാക്കി. മീൻ, തലേ ദിവസത്തെ മീൻ ഇതേ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ദേ കുക്കറിലിരിപ്പുണ്ട്. അമ്മ ദാ പാത്രം എന്തോ കഴുകുകയാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ ഒരു നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. അമ്മ കാക്കയ്ക്ക് ഈ വെള്ളം എല്ലാ ദിവസവും ഈ വെള്ളം ഇവിടെ ഉണ്ടാവും. വെള്ളം എന്നും അമ്മ എടുത്ത് വയ്ക്കും. ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കും. ഇത് ആഹാരം രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ദോശയോ ഇഡ്ഡലിയോ എന്തായാലും അമ്മ അതിൽ നിന്നൊരു കുറച്ചെടുത്ത് അമ്മ വെച്ച് കൊടുക്കും കാക്കയ്ക്ക്. അതിൽ വെള്ളവും വെച്ച് കൊടുക്കും. അതിൽ ഉച്ചയ്ക്കാണെങ്കിലും കഴിക്കാൻ മുമ്പേ അമ്മ ചോറ് അതെടുത്ത് വയ്ക്കും കേട്ടോ. വൈകുന്നേരം നമ്മളെന്തെങ്കിലും സ്നാക്സോ അതിലൊരു പങ്ക് അമ്മ എടുത്ത് വയ്ക്കും. അത് അമ്മ എന്നും ഉണ്ടാകുന്നതാണ്. അതൊരു ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും വീട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ദോശയും ഉരുളക്കിഴങ്ങ് കറിയും. ഇത് എൻ്റെ ഏറ്റവും വലിയ ടഫായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. വീട്ടിലെ ജോലി ചെയ്യാം, എന്ത് വേണോ ചെയ്ത് കൊടുക്കാം. ഇവൾക്ക് ഈ ആഹാരം കൊടുക്കാനാണ് ഏറ്റവും പാട്. അപ്പോൾ അവൾക്ക് നിർബന്ധിച്ച് തന്നെ ആഹാരം കൊടുക്കണം. എത്ര ഇഷ്ടമുള്ള കറികൾ വെച്ച് കൊടുത്താലും അവൾക്ക് ഈ നിർബന്ധം കാണിച്ച് തന്നെ അവൾ ആഹാരം കഴിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു അച്ചട്ടാണ് കേട്ടോ. അപ്പോൾ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കുകയാണ്. എനിക്ക് പിന്നെ ആരും വാരിയും തരണ്ട. നമ്മളെ വീട്ടിലാകുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കും. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ. ഇവിടെ ഹസ്ബൻഡ് വീട്ടിലാകുമ്പോഴത്തേനും പിന്നെ അടുത്തിനി എന്തെങ്കിലും ചെയ്യണം, അതിൻ്റെ ഒരു ബഹളത്തിലൊക്കെ നമ്മളിരിക്കും കേട്ടോ. അപ്പോൾ കാപ്പിയെ കുടിക്കുകയാണ്. ചായ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സംഭവമാണ്. എന്നാലും അമ്മ വീട്ടിൽ പോകുമ്പോഴാണ് ചായ കുടിക്കുന്നത്. കട്ടനാണ് കൂടുതലിഷ്ടം. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇതിൽ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ചൂര മീനാണ്. ചൂര മീനിൽ അമ്മ വേറെ രീതിയിലാണ് അമ്മ പൊരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചട്ടിയിൽ ആദ്യം ഇട്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക് പൊടി, പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഈ ചൂര മീനും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്നാണ് അമ്മ പറയണത്. കൈകൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ മീനിൽ എല്ലാം പിടിക്കുള്ളൂ എന്നൊക്കെ അമ്മ പറയാറുണ്ട്. പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മീനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക്, ഉപ്പ്, സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെ. പിന്നെ ഇതിൽ ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ. പക്ഷേ അങ്ങനെ നമ്മൾ ചൂര മീനിലാണ് ഞാൻ കൂടുതലും കാണുന്നത് അമ്മ ചെയ്യുന്നത്. വേറെ മീനിലൊന്നും ഈ ഒരു റെസിപ്പി യൂസ് ചെയ്യാറില്ല. ഇത് ചൂര മീനിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ സാധനം ചിക്കനൊക്കെ നമ്മൾ പൊരിക്കത്തില്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇത് അടുപ്പിൽ ഇടുമ്പം തന്നെ നല്ല മണം ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു 10-20 മിനിറ്റ് ഇതിൽ മൂടി വെച്ചതിന് ശേഷം എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിന് വേറെ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ഇതിനെ അങ്ങ് മൂടി വയ്ക്കും. മൂടി വെച്ചിട്ട് സാധാരണ ഫ്രൈ ചെയ്തെടുക്കും പോലെ തന്നെ എടുക്കും. അധികം വെളിച്ചെണ്ണയൊന്നും ഇതിനാവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മൾ മീൻ പൊരിക്കും പോലെ കുറച്ച് എണ്ണ തന്നെ മതിയായിരിക്കും. ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ പൊരിക്കുമ്പോൾ തന്നെ ഒരു സൈഡ് മുക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. ഞാനാണിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്, നല്ല മണം വന്നു. നല്ല മണമായിരുന്നു. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫിഷ് ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയാമല്ലേ, അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ പോണത്, ഞാൻ കാറ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലാണ് ഞാൻ കാറ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുകയാണ്. അവിടെ പോയിട്ട് അവിടെ എന്താണ്, അവിടെ ഫോണ് പിന്നെ ഞാൻ കൊണ്ടുപോയില്ല അവിടെ പോയിട്ട് എടുക്കാനൊന്നും. ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മ എന്താണ് ടാങ്ക് കലക്കി തന്നു കേട്ടോ. അപ്പോൾ അത് കലക്കി ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ വേറെ ജോലിയൊന്നുമില്ല, തിന്നണം, ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയൊക്കെയാണ്.
സമയാസമയം എല്ലാം കിട്ടും. നമ്മളെ വീട്ടിലാവുമ്പോഴത്തേനും പിന്നെ ജോലി അത് അടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തിനി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മുടെ വീട്ടിൽ. ഇവിടെ ആകുമ്പോൾ എന്താണ് അങ്ങനെ ഓട്ടപ്പാച്ചിലൊന്നുമില്ല. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് നമ്മളെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ അതാ ചോറ് കഴിഞ്ഞ് ചോറിന് ഇതാ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു, പിന്നെ തേങ്ങ അരച്ച് എന്തൊക്കെയോ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് എണീറ്റാണ് ചായ കുടിക്കുന്നത്. ചായക്ക് വേറെ ചായയേക്കാളും എനിക്ക് കട്ടനാണ് കൂടുതലിഷ്ടം. പിന്നെ ഇവിടെ വരുമ്പോൾ അമ്മ ചായ ഇട്ട് തരുന്നത് കൊണ്ട് ഞാൻ കുടിക്കുന്നതേ ഉള്ളൂ. അല്ല ചായക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇതാ അങ്ങനെ ഇതാ അവരിതാ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും പൊന്നും കൂടെയാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തൊരു കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോവാത്തത് എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പിന്നെ അമ്മയച്ചൻ എവിടെ പോകുന്നെങ്കിൽ അവളെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അവളെയും കൂടെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഒരുങ്ങാൻ വേണ്ടി മാത്രം ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നോളും. ആഹാരം കൊടുക്കാനാണെങ്കിൽ ഈ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കൊണ്ട് പോവാണ്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരൊക്കെ പോയ ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് വരുന്നതാണ് എടുക്കുന്നത്. പോയ സമയത്ത് ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോവായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങ് വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് അവിടെ നിന്ന് പിന്നെ കല്യാണത്തിന് പോയപ്പോൾ അമ്മയ്ക്ക് വാഴയ്ക്ക ബജ്ജിന്ന് ഉണ്ടല്ലോ, അത് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെയല്ലേ എല്ലാ അമ്മമാരും, എന്ത് കിട്ടിയാലും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പങ്ക് മാറ്റി വയ്ക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മയും. അവിടെ നിന്ന് എന്ത് കിട്ടിയാലും അത് വീട്ടിൽ ഞാൻ പോയില്ല, ഞാൻ മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് അമ്മ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനും പൊന്നും കൂടെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. 2 ദിവസം പൊന്നു നിന്നിട്ടൊക്കെ പോകുമ്പോൾ അമ്മയ്ക്കും അച്ഛനും അങ്ങനെ ഇതാ അച്ഛനും അമ്മയും കൂടെ സ്നേഹമൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് ഇതാ ഞാനും പൊന്നും കൂടെ അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നല്ല കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വണ്ടിയിൽ റെയിൻകോട്ട് ഉള്ളത് കൊണ്ട് പൊന്നുവിന് ഇട്ട് കൊടുക്കാൻ പറ്റി. എനിക്ക് പിന്നെ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് തല നനഞ്ഞില്ല, ബാക്കി നനഞ്ഞായിരുന്നു കേട്ടോ ഫുള്ളും. അങ്ങനെ ഇതാ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് നമ്മളിതാ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മളിതാ പോകുന്നത് എവിടെയാണ്, നമ്മളെ ഡാൻസ് പ്രാക്ടീസിന് പോകാനായിട്ട്. ഡാൻസ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ കുറച്ച് സ്ത്രീകളും പിന്നെ കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നൊരു ഡാൻസ് ട്രൂപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. തത്വമസി എന്നാണ് ഞങ്ങളുടെ ഇതിൻ്റെ പേര്, പ്രോഗ്രാമിൻ്റെ പേര്. അപ്പം അത് നമുക്ക് ഒരു വർഷത്തിൽ തന്നെ ഒരു 3-4 ക്ഷേത്രങ്ങളിലായാലും കുറേ പരിപാടി കിട്ടും കേട്ടോ. അങ്ങനെ ഈ അടുത്ത വർഷം 2025 അടുപ്പിച്ചൊരു പിന്നെ എന്താണ് 4-5 പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങുന്നതാണ് കേട്ടോ നമ്മൾ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ ദീപ എന്ന് പറഞ്ഞ ചേച്ചിയുടെ പിന്നെ ചേച്ചി കേക്ക് ഉണ്ടാക്കിയത്. ഫസ്റ്റ് ടൈമായിട്ടാണ് ചേച്ചി കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെന്ന് പറയൂല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ചേച്ചി കേട്ടോ, റെഡ് ഇട്ടിരിക്കുന്ന ചേച്ചിയാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ, ദീപ എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ അവിടെയുള്ള ആൾക്കാരാണ് കേട്ടോ. കുട്ടിപ്പട്ടാളംസ് കണ്ടല്ലോ അല്ലേ, കുട്ടികളെ കൊണ്ടാണ് ചിലപ്പോൾ ഒക്കെ പോകുന്നത്. അവരവിടെ നിന്നോളും, നമ്മൾ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തോളും. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ പോയി നിന്നൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഇത്രയല്ല, കുറച്ച് പേരും കൂടെ ഉണ്ട്. അപ്പം അവരൊക്കെ വരാനുണ്ട്. അപ്പോൾ ഒന്നവർ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. കേക്ക് നല്ല അടിപൊളിയായിരുന്നു, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതെങ്കിലും അടിപൊളി കേക്കായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങി. അപ്പോൾ ഈ മാസം ഒരു ജനുവരി 13 ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങിയതാണ്. അപ്പോൾ ഏകദേശം 45 മിനിറ്റോളം വരുന്ന ഡാൻസാണ്. അപ്പോൾ അതിൽ ഒരു 6-7 പാട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കളിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ അമ്മയുടെ റെസിപ്പിയും എൻ്റെ ഒരു കൊച്ചു വിശേഷം അടക്കിയ ഒരു കൊച്ചു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ.